ജീവനക്കാരുടെയും അധ്യാപകരുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിഗത വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട് ചോർത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ ഡാറ്റ വിൽപ്പന വരും ദിവസങ്ങളിൽ വലിയ നിയമപരമായ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്. പുതുയുഗ യാത്രയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ പര്യടനം നടത്തുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചത്. ഡേറ്റ എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്താണെന്നും അത് അനുവാദമില്ലാതെ ചോർത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്പ്രിംഗ്ലർ വിവാദം ഉയർന്നപ്പോഴും ഡേറ്റ സുരക്ഷയെക്കുറിച്ച് കോടതികൾ കൃത്യമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരമൊരു നിയമവിരുദ്ധമായ കൃത്യത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഡേറ്റയുടെ മൂല്യം തിരിച്ചറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത്, അതോ ബോധപൂർവം രാഷ്ട്രീയ ലാഭത്തിനായി ഇത് ദുരുപയോഗം ചെയ്യുകയാണോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഡേറ്റ ചോർച്ചയുടെ പിന്നിൽ CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഔദ്യോഗിക സംവിധാനങ്ങളെ ഒന്നടങ്കം ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പാർക്ക് പോർട്ടലിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവറാവു വഴി ആവശ്യപ്പെട്ടത് ഇതിന്റെ വ്യക്തമായ തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ ഇതിന് പിന്നിലെ കത്തുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു കത്ത് അയക്കില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. എല്ലാ വകുപ്പുകളിൽ നിന്നുമുള്ള ജീവനക്കാരുടെ പേര്, ഫോൺ നമ്പർ, വിലാസം തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ച് സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളാക്കി PRD സ്പെഷ്യൽ സെക്രട്ടറി കൈമാറാനായിരുന്നു നിർദ്ദേശം. വോട്ടർമാരെ സ്വാധീനിക്കാനും ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയമായി വേട്ടയാടാനും ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുമെന്ന ഭയമാണ് പ്രതിപക്ഷം പങ്കുവയ്ക്കുന്നത്. സുപ്രീം കോടതിയുടെ സ്വകാര്യത വിധിന്യായങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഈ നീക്കമെന്നും ഇതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയായിരിക്കുന്ന സാഹചര്യത്തെ പോലും കോടികൾ ദൂർത്തടിച്ചാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കടം വാങ്ങി ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് 250 കോടി രൂപ എടുക്കാനുള്ള നീക്കം തൊഴിലാളികളോടുള്ള വഞ്ചനയാണ്. ഇതിനു പുറമെ സഹകരണ ബാങ്കുകളിൽ നിന്ന് 10,000 കോടി രൂപയോളം സമാഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് സ്വന്തം പാർട്ടിയുടെ പരസ്യം നൽകുന്നതിനെ UDF നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സർക്കാരിനുള്ള കനത്ത പ്രഹരമാണ്. നികുതി പണം ഉപയോഗിച്ച് തുടർഭരണം ഉറപ്പാക്കാൻ ആരും മോഹിക്കേണ്ടെന്നും അതിന് CPMന്റെ സ്വന്തം ഫണ്ടാണ് ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ നിയമമന്ത്രി തള്ളിപ്പറഞ്ഞതിനെയും സതീശൻ വിമർശിച്ചു. കോടതി പരാമർശങ്ങൾ തള്ളിപ്പറയാൻ നിയമമന്ത്രിക്ക് അധികാരമില്ലെന്നും ഇല്ലാത്ത അധികാരം മന്ത്രി പ്രയോഗിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഉൾപ്പെടെ എല്ലാ സീറ്റുകളിലും UDFന് മികച്ച വിജയം ലഭിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കോട്ടയത്തെ ഭൂരിഭാഗം സീറ്റുകളും എറണാകുളത്തെ 14 സീറ്റുകളും UDF തൂത്തുവാരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ശമ്പള കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയ കൗശലമാണ്. തങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് അടുത്ത സർക്കാരിന്റെ തലയിൽ വലിയ സാമ്പത്തിക ബാധ്യത കെട്ടിവെക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. 2014 തന്നെ നടപ്പിലാക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ വൈകിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ജീവനക്കാരുള്ള സ്നേഹം കൊണ്ടല്ല, ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തുന്നതിലൂടെ അവരുടെ സ്വകാര്യതയെ പോലും സർക്കാർ ചാറപ്പണിക്ക് വിധേയമാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിന്റെ ഈ അഴിമതികൾക്കും നിയമലംഘനങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ താക്കീതായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറഞ്ഞുകൊണ്ടാണ് സതീശൻ തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ സ്പാർക്ക് ഡേറ്റ ചോർച്ച സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും അത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.